നമുക്കൊരു കൊടൈക്കനാൽ യാത്രയായാലോ? എല്ലാവരും വെക്കേഷനായിട്ട് ധാരാളം യാത്രകൾക്കൊക്കെ പോകുന്ന ഒരു സമയമാണല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ കൊടൈക്കനാൽ. ഞങ്ങൾ ബൈക്ക് റൈഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടൈക്കനാൽ പോയത്. അപ്പോൾ പലർക്കും പല എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും, ബൈക്ക് റൈഡ് ചെയ്ത് കൊടൈക്കനാൽ വരെ എങ്ങനെ പോകുമെന്നൊക്കെ. കാറിന് പോകുമ്പോൾ നല്ല രസമാണ്, അതുപോലെ തന്നെ വേറൊരു ത്രില്ലാണ് ബൈക്ക് റൈഡിങ്ങിന്. ഞങ്ങൾ കൊടൈക്കനാൽ ചെന്നിട്ട് ഒരുപാട് കോമൺ ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പ്ലേസസ് അല്ലാതെ കുറേ ഹിഡൻ സ്പോട്ടുകളൊക്കെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു റിസോർട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിരുന്നു. ലക്ഷറി റിസോർട്ടല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം 50 പേരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. 50 ബൈക്കോളം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഈ യാത്ര. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര ത്രില്ലായിരുന്നു. പല സ്ഥലങ്ങളൊക്കെ നിർത്തി എല്ലാവരുമായിട്ടും ജോളിയായിട്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ സമ്മർ സീസൺ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. മോർണിംഗ് ഒക്കെ ട്രാവൽ ചെയ്തപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഉച്ചയായപ്പം ഭയങ്കര ചൂടായിരുന്നു. ഇത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അപ്പോൾ കൊടൈക്കനാൽ എത്തിക്കഴിഞ്ഞപ്പം ചൂടൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, തണുപ്പായി, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ കേരളയിലെ ഉച്ചയ്ക്കൊക്കെ ട്രാവൽ ബൈക്കിങ്ങിന് ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ മോർണിംഗിൽ ഒരു 6 മണിക്ക് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തേനി, പൂമ്പാറ, കൂക്കൽ വഴിയാണ് പൂണ്ടിയിലേക്ക് എത്തിയത്. പൂണ്ടിയിലാണ് കേട്ടോ നമ്മളുടെ റിസോർട്ട് വരുന്നത്. ഈ ഒരു റൂട്ട് ഭയങ്കര രസമായിട്ടുള്ള റൂട്ടാണ്. നമുക്ക് ഒരുപാട് നല്ല സൈഡ് സീൻസൊക്കെ ഇവിടെ കാണാം. പിന്നെ ചെറുതായിട്ടൊരു മഴ കൂടി ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, പൊളിക്കും. അങ്ങനെ ഈവനിങ് ആയി. ഞങ്ങൾ ഓൺ ദി വേയിൽ തന്നെ സൺസെറ്റ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. ഇനി ഒരു 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ ടൗൺ എത്തും. ഇത് ഇടയ്ക്ക് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, രാത്രിയായി ഞങ്ങൾ കൊടൈക്കനാൽ ടൗണിലെത്തിയപ്പോൾ. ഇത് കൊടൈക്കനാൽ ലേക്കാണ് കേട്ടോ, അവിടെ നിർത്തിയതാണ്. ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് റെൻറ്റിന് കിട്ടും കേട്ടോ. 2 പേർക്ക് 3 പേർക്കൊക്കെ ഇരുന്ന് ചവിട്ടാൻ പറ്റുന്ന സൈക്കിള് പെർ അവർ റേറ്റിന് കിട്ടും. പക്ഷെ അതിരാവിലെ വരണം, അപ്പോൾ ട്രാഫിക്കൊന്നും ഇല്ലാതെ നമുക്ക് ചവിട്ടാൻ പറ്റും. ഇതാണ് നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്ത ഫെയറിലാൻഡ് റിസോർട്ട് പൂണ്ടി. ഇത് പൂണ്ടിയിലെ കൗഞ്ചി എന്ന അതിമനോഹരമായ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. പിന്നെ സോറി ഗെയ്സ്, ഇന്നലെ എനിക്ക് റൂമിൻ്റെ ഇൻസൈഡ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവിടെ റിസോർട്ടിലെത്തിയത്. അപ്പോൾ ബൈക്ക് റൈഡിങ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയർഡും ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നെ ഒരു കാര്യം പറയാം, റൂമൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റൂമാണ്. ടോയ്ലറ്റ്സ് നല്ല നീറ്റാണ്. ഇവിടുത്തെ ഫുഡും അടിപൊളി തന്നെയാണ്. കൊടൈക്കനാൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്ഥിരം മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ സ്ഥലങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ കാണുവാനും ആസ്വദിക്കാനും ഒക്കെ സാധിച്ച അതിമനോഹരമായ ഒരു ഗ്രാമം തന്നെയായിരുന്നു കേട്ടോ ഇത്. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പൂണ്ടി എന്ന ഈ ഒരു പ്ലേസ്. ഇത് ശരിക്കും ഒരു ഫാം ബേസ്ഡ് ആയിട്ടുള്ള വില്ലേജ് ആണ് കേട്ടോ. ഇവിടെ ക്യാരറ്റ്, ക്യാബേജ്, ബ്രോക്കലി, സ്ട്രോബെറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തു പോരുന്നു. ഈ ഒരു
റിസോർട്ടിൽ 3 tiers ആയിട്ടാണ് കോട്ടേജസ് വരുന്നത്. ഇതിൽ ഏറ്റവും എബവ് ലെയറിലുള്ള കോട്ടേജിൽ 15 പേഴ്സൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് 15,000 ആണ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ വരുന്നത് 6 പേഴ്സൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് 7,000 ആണ് ചാർജ് വരുന്നത്. ഏറ്റവും ലോവസ്റ്റ് റോയിലുള്ള കോട്ടേജിൽ 5 പേഴ്സൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിന് 6,000 റുപ്പീസാണ് ചാർജ് വരുന്നത്. അതുകൂടാതെ കപ്പിൾസായിട്ടാണ് വരുന്നതെങ്കിൽ അങ്ങനെയും റൂംസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. മോർണിംഗിൽ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 7 o'clock മുന്നേ തന്നെ എല്ലാവരും ഫ്രഷപ്പായി സൈഡ് സീൻസൊക്കെ കാണാനായിട്ട് പോവുകയുണ്ടായി. കാരണം പ്രകൃതി വളരെ പീസ്ഫുള്ളായിട്ടും ഭംഗിയായിട്ടും നിൽക്കുന്ന ഒരു സമയമാണിത്. അതൊന്നും നമ്മളൊട്ടും മിസ്സാക്കരുതല്ലോ. ഈ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് എത്തിയത്. ഇത് കൗഞ്ചി വില്ലേജിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നും ഒരു 2-3 കിലോമീറ്ററൊക്കെ വരുള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക്. എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് എടുക്കുകയുണ്ടായി. ഇവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ വണ്ടിയെടുത്ത് മെല്ലെ അങ്ങനെ ഇറങ്ങിയാൽ മതി. ഇതുപോലുള്ള പല സ്ഥലങ്ങളും നമുക്കിവിടെ കാണാം. ദ റിയൽ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ. മോർണിംഗിൽ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ റിസോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത്രയും പേർ ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീഡിയോ ആക്കാൻ പറ്റിയില്ല. എല്ലാവരും ഭയങ്കര വിശപ്പോടെയല്ലേ വന്നത്. അതുകൊണ്ട് ഫുഡ് കൗണ്ടറിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പക്ഷേ ട്രസ്റ്റ് മീ, ഈ ഒരു റിസോർട്ടിൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. ഈ ഒരു സ്ഥലത്തേക്കാണ് ആദ്യം ഞങ്ങൾ വന്നത് കേട്ടോ. ഇത് ഒരു വലിയ മല, താഴ്വാരം, പിന്നെ ഒരു ലേക്ക്, താമരപ്പൊയ്ക, അങ്ങനെ എന്താ പറയുക, നമ്മൾ ഫ്രെയിംസിലൊക്കെ മാത്രം കണ്ട് പരിചയമുള്ള ഒരു കാഴ്ച റിയാലിറ്റിയിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും, അതുപോലെ സർപ്രൈസ്ഡ് ആയിപ്പോയി ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ. കൊടൈക്കനാൽ ടൗണിലൊന്നും ഇതുപോലുള്ള പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കിട്ടില്ല കേട്ടോ. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാനും ആസ്വദിക്കാനും കഴിയണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലേണ്ടി വരും. ഇനി നമ്മൾ പോകുന്നത് കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ മാറി മന്നവന്നൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫാം ബേസ്ഡ് ആയിട്ടുള്ള ആനിമൽ റിസർച്ച് സെൻറ്ററിലേക്കാണ്. ഇവിടെ നമുക്ക് മെയിൻലി ഷീപ്സും റാബിറ്റ്സും ആണ് കേട്ടോ ഉള്ളത്. ഷീപ്സ് എന്ന് പറയുമ്പോൾ ചെമ്മരിയാടുകളില്ലേ, അതാണ് ഇവിടെയുള്ളത്. അവരെ ഇങ്ങനെ മലഞ്ചെരുവുകളിൽ പുല്ലുമേയുന്ന സുന്ദരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഈ ഒരു ഫാം ഹൗസ് വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇത് റാബിറ്റ്സിന് വേണ്ടിയുള്ള ഫാം ഹൗസ് ആണ് കേട്ടോ. പല ബ്രീഡുകളിലുള്ള റാബിറ്റ്സിനെ നമുക്കിവിടെ കാണാം.
ഈ ഒരു ഫാം ഹൗസിനോട് ചേർന്ന് 1-2 ഹോട്ടൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ ടൗണിലുള്ളതുപോലുള്ള വലിയ ഹോട്ടൽസൊന്നും ഇവിടെ ഉണ്ടാവില്ല. ചെറിയ ചായക്കട സെറ്റപ്പിലുള്ള ഹോട്ടൽസൊക്കെ ഉണ്ടാവൂ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. നിങ്ങൾ മഡ് ഹൗസ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് ഒരു മഡ് ഹൗസ് കാണാനാണ്. ചുമ്മാ ഒരു മഡ് ഹൗസ് മാത്രമല്ല, അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് ശരിക്കും ഒരു ട്രക്കിംഗ് ഏരിയ ആണ്. ബൈക്ക് റൈഡേഴ്സിന് പിന്നെ എവിടെയും പോകാമല്ലോ. ഞങ്ങൾ ജീപ്പ് എടുത്തില്ല, ബൈക്കിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഈ ഒരു മഡ് ഹൗസ് വരുന്നത് ഒരു ഹിൽ ടോപ്പിലായിട്ടാണ്. ഇവിടെ സ്റ്റേയിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ പെർ ഡേ 1000 rupees ചാർജ് എന്നാണ് പറഞ്ഞത്. പ്രകൃതിയോട് വളരെ അടുത്ത് ഇടപഴകി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാകുമല്ലോ. ഒരുപാട് ക്ലയൻറ്റ്സ് വരുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ മഡ് ഹൗസ് വിസിറ്റിങ്ങിനുമായിട്ട് ഇവർ 30 rupees ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നും ഇവർ ഒരു ബ്ലാക്ക് കോഫി ഞങ്ങൾക്ക് തന്നു. അതും കഴിച്ച് സൺസെറ്റും കണ്ട് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്നും ഗുഡ് ബൈ പറഞ്ഞു. അടുത്തതായി ഞങ്ങൾ പോയത് കൂക്കൽ ലേക്കിലേക്കാണ്. അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു താമര പൊയ്കയുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഈവനിങ് ആയി. ഈവനിങ്ങിൽ അറിയാമല്ലോ, ഓൾറെഡി താമരയെല്ലാം ചുരുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. മോർണിംഗിലാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരിക്കും കേട്ടോ. നിറയെ താമര വിരിഞ്ഞിരിക്കും. ഒരുപാട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇന്നത്തെ കറക്കം ഇവിടെ തീർന്നു. ഇനി ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് അവിടെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ ഡിന്നർ ടൈമിൽ ടീം മെമ്പേഴ്സൊക്കെ കൂടി ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പിരിഞ്ഞു. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്നല്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇവിടെ ഒരു ഫേമസ് വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ആദ്യാർ ആനന്ദ ഭവൻ, അങ്ങനെയാണ് കേട്ടോ പേര്, AAB. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കൊടൈക്കനാൽ ടൗണിലേക്കാണ്. കൊടൈക്കനാൽ ലേക്ക് പിന്നെ ഫേമസ് ആണല്ലോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് ബോട്ടിങ്ങിന് ബെസ്റ്റ് ടൈം. ലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ പേസ്ട്രി കോർണർ എന്ന ഒരു കേക്ക് ഷോപ്പുണ്ട്. അവിടെ കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് ഇവിടെ കൊടൈക്കനാലിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു ½ an hour വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റിയത്. നല്ല സോഫ്റ്റ് ആൻഡ് മൗത്ത് മെൽറ്റിംഗ് ആയിരുന്നു. റേറ്റും റീസണബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരു ഐറ്റം ആയിട്ടൊന്നും എനിക്കിത് ഫീൽ ചെയ്തില്ല. ഇതിലും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സും അതുപോലെ തന്നെ പേസ്ട്രീസും ഒക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഇനി കുറച്ച് ഷോപ്പിംഗ്, അതുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.